എല്ലാവിൻ്റെ ഉടയവനും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്ന് നമ്മെ സൂക്ഷിച്ച ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. സങ്കീർത്തനം 42-ന്റെ 5-ാം വാക്യം. എന്റെ ആത്മാവെ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഹോപ്പ് ഇൻ ഗാഡ്. ഈ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 42-ഉം 43-ഉം സങ്കീർത്തനം ഒന്നിച്ച് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. കാരണം 42-ാം സങ്കീർത്തനത്തിന്റെ 5-ഉം 11-ഉം 43-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യവും ഒരേപോലെ തന്നെ എഴുതിയിരിക്കുകയാണ്. അവിടെ നാം കാണുന്നത്, എന്റെ ആത്മാവെ, നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്നാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ആത്മാവ് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കേണ്ടത് എന്ന് നാം ഈ 2 സങ്കീർത്തനത്തിലും ഒരുപോലെ കാണുന്നു. അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്ന് ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അതുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണം എന്നാണ് കാണുന്നത്. 42-ഉം 43-ഉം സങ്കീർത്തനം ഒന്നിച്ച് നാം പഠിക്കുമ്പോൾ 7 പ്രാവശ്യം എന്റെ ആത്മാവേ എന്ന് വിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളമേ എന്ന് വിളിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. ഇംഗ്ലീഷിൽ ആ പദപ്രയോഗം മൈ സോൾ എന്നാണ്. ആ വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 42-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യവും 2-ാം വാക്യവും 4-ാം വാക്യവും 5-ാം വാക്യവും 6-ാം വാക്യവും 43-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യവും ഒരുപോലെ മൈ സോൾ, എന്റെ ഉള്ളമേ എന്ന് വിളിക്കുന്നുണ്ട്, എന്റെ ആത്മാവേ എന്ന് വിളിക്കുന്നുണ്ട്. നാം ആ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. 42-ന്റെ 1-ാം വാക്യം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. 2-ാം വാക്യം. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നു. 4-ാം വാക്യത്തിന്റെ അവസാനം, സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. 5-ാം വാക്യം വീണ്ടും, എന്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? 6-ാം വാക്യം, എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. 42-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യം, എന്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. 43-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം, എന്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഇവിടെ ആവർത്തിച്ച് 7 പ്രാവശ്യം എന്റെ ആത്മാവേ അഥവാ എന്റെ ഉള്ളമേ എന്ന് വിളിക്കുകയാണ്. മൈ സോൾ എന്ന് വിളിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ നാം കാണുന്നത് ദൈവത്തിന്റെ സന്നിധി വിട്ട് പിന്മാറ്റത്തിലേക്ക് പോയ ഒരാളുടെ ദുഃഖമാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിച്ചുകൊണ്ട് ദൈവാലയത്തിന്റെ മഹത്വവും മനോഹാരിതയും കണ്ടിരുന്ന ഒരാള് പ്രവാസത്തിലേക്ക് പോയി ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുവാൻ, ദൈവജനത്തോടൊപ്പം സന്തോഷിക്കുവാൻ വരാതിരിക്കുന്നതിന്റെ വേദനയാണ്. അതുമല്ലെങ്കിൽ ഇവിടെ ഇതാ ദൈവത്തിന്റെ സന്നിധി വിട്ട് അകലേക്ക് പോയ ഒരു പിന്മാറ്റക്കാരൻ വേദനിക്കുന്ന വേദന. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധനയിൽ പ്രമോദിക്കുന്നവരാണോ? ആരാധനയിൽ സന്തോഷിക്കുന്നവരാണോ? ദൈവജനത്തോടു കൂടെയുള്ള കൂട്ടായ്മയിൽ ആനന്ദിക്കുന്നവരാണോ? ആ സന്തോഷവും ആ പരമാനന്ദവും ആസ്വദിക്കുവാൻ സന്തോഷമുള്ളവരാരും ഒരു ആരാധനായോഗം പോലും മുടക്കുകയില്ല. ഇവിടെ നാം കാണുകയാണ്, സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്, ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? ഇത് കോരപുത്രന്മാരുടെ ഒരു ധ്യാനമാണ്.
ദൈവസന്നിധിയിലെ പ്രമോദമാണ് അവർക്ക് എപ്പോഴും പ്രാർത്ഥനാ വിഷയം, പ്രശംസാ വിഷയം, അവരുടെ ഈ പ്രബോധന വിഷയം തന്നെ. അതെ, ദൈവസന്നിധിയിലെ ആനന്ദം. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. ഇവിടെ 4-ാം വാക്യത്തിൽ നാം കാണുന്നു, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. അവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, I remember and I pour out my soul within me, for I used to go along with the throng and lead them in procession to the house of God. I used to go. ഞാൻ പോകുമായിരുന്നു, ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഓർക്കുന്നു. എന്താണ്? ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്നത് ഓർക്കുകയാണ്. ഒരിക്കൽ അങ്ങനെ പോകുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ ഒരിക്കൽ സന്തോഷത്തോടെ ആരാധിച്ച് ദൈവസന്നിധിയിലെ പ്രബോധം ആസ്വദിച്ചിട്ട് ഇന്ന് അങ്ങനെ ആസ്വദിക്കുവാനും ആ സന്തോഷം അനുഭവിക്കുവാനും ആരാധിക്കുവാനും കഴിയാതെ ദൈവസന്നിധി വിട്ട് അകന്നവർ ഉണ്ടെങ്കിൽ ഇത് നിങ്ങളെ ദൈവസന്നിധിയിലേക്ക് തിരികെ വന്ന് ദൈവത്തിന്റെ ജനവുമായി ഒത്തുചേർന്ന് കർത്താവിനെ ആരാധിക്കുന്നതിന് പ്രബോധിപ്പിക്കട്ടെ. 43-ാം സങ്കീർത്തനത്തിന്റെ 3-4 വാക്യത്തിൽ അതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. ഓ, സെൻഡ് ഔട്ട് യുവർ ലൈറ്റ് ആൻഡ് യുവർ ട്രൂത്ത്, ലെറ്റ് ദം ലീഡ് മീ, ലെറ്റ് ദം ബ്രിങ് മീ ടു യുവർ ഹോളി ഹിൽ. അങ്ങനെ നീ നിന്റെ പ്രകാശവും സത്യവും അയച്ചു തന്ന് അതെന്നെ വിശുദ്ധ പർവ്വതത്തിലേക്കും നിന്റെ തിരുനിവാസത്തിലേക്കും എത്തിക്കുമാറാകട്ടെ. അതെ, ദൈവം തന്റെ പ്രകാശം അയച്ചു, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവം തന്റെ സത്യം അയച്ചു, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചം എന്ന് വിളിച്ചു പറഞ്ഞ കർത്താവ് ദൈവം നമുക്ക് അയച്ചു തന്ന ദൈവത്തിന്റെ പ്രകാശമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് വിളിച്ചു പറഞ്ഞ കർത്താവ് അവൻ ദൈവത്തിന്റെ സത്യമാണ്. അത് മാത്രമാണ് നമ്മളെ ദൈവത്തിലേക്ക് നടത്തുന്നത്. അതെന്നെ നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് പറയുന്നു. 15-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, യഹോവേ, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും, നിന്റെ തിരുനിവാസത്തിൽ ആർ വസിക്കും. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ കഴിയുന്ന, ദൈവത്തിന്റെ അടുക്കലേക്ക് നമ്മളെ നയിക്കുന്ന, നടത്തുന്ന പ്രകാശം അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ സത്യം യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും ഈ ലോകത്തിലെ ഒരു മനുഷ്യനും ഈ യഥാർത്ഥ ദൈവത്തിങ്കിലേക്ക് വരുവാൻ കഴിയില്ല. യഥാർത്ഥ സത്യ ദൈവത്തിങ്കിലേക്കുള്ള ഏക രക്ഷാമാർഗം യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് സങ്കീർത്തനക്കാരനോട് പറയുകയാണ്, നിന്റെ പ്രകാശവും സത്യവും എന്നെ നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക്, നിന്റെ തിരുനിവാസത്തിലേക്ക്, നിന്റെ ആലയത്തിലേക്ക്, നിന്നെ ആരാധിക്കുന്ന ഇടത്തേക്ക് എന്നെ എത്തിക്കട്ടെ. 4-ാം വാക്യത്തിൽ കാണുകയാണ്, ഞാൻ ദൈവത്തിന്റെ പീഠത്തിങ്കലേക്ക്, എന്റെ പരമാനന്ദമായ ദൈവത്തിങ്കലേക്ക് ചെല്ലും. ദൈവമേ, എന്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. എന്തുകൊണ്ടാണ് നാം നമ്മുടെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലുന്നത്? നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ. അതാണ് സങ്കീർത്തനം 42-ന്റെ 5-ലും 11-ലും 43-ന്റെ 5-ലും നാം കാണുന്ന സത്യം. അത് ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കട്ടെ. എന്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ നാം കാണുന്നു, ഹോപ്പ് ഇൻ ഗോഡ്, ഫോർ ഐ ഷാൽ അഗൈൻ പ്രൈസ് ഹിം ഫോർ ദ ഹെൽപ്പ് ഓഫ് ഹിസ് പ്രസൻസ്. അവന്റെ ദിവ്യ സാന്നിധ്യത്തിന്റെ സഹായം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അവനെ ആരാധിക്കും, അവനെ സ്തുതിക്കും. അവന്റെ മുഖപ്രകാശ രക്ഷ, അവന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. അതെ, ദൈവത്തെ നാം ആരാധിക്കുന്നത് അങ്ങനെയുള്ള സമയത്താണ്.
അവൻ എൻ്റെ മുഖപ്രകാശക രക്ഷയും എൻ്റെ ദൈവവുമാകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കും. നിങ്ങളും ഞാനും ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്നത് ബിക്കോസ് ഓഫ് ഹിസ് പ്രസൻസ്, and that gives us his salvation, and that is why he is our God, so we worship him. അവന്റെ ദിവ്യ സാന്നിധ്യം, ആ ദിവ്യ സാന്നിധ്യത്തിൽ നമ്മൾ ആയിരിക്കുന്നത് അവൻ നമുക്ക് നൽകിയ രക്ഷയാണ്. ആ രക്ഷ നിമിത്തമാണ് നാം നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നത്. ഒരിക്കൽ ദൈവത്തെ ആരാധിച്ച് ആ പരമാനന്ദമായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രമോദിച്ച് സന്തോഷിച്ച് ഉത്സവം ആഘോഷിക്കുന്ന ജനത്തിന്റെ ആനന്ദം ആസ്വദിച്ച ആരെങ്കിലും ഇന്ന് ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ കഴിയാതെ ദൈവസന്നിധി വിട്ടുപോയി ആ ദുഃഖത്തിൽ ജീവിക്കുന്നുവെങ്കിൽ, മാന്യത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓടി വരുവാൻ, കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ അവൻ നമുക്ക് അയച്ചു തന്ന സത്യമായ ക്രിസ്തുവിന്റെ മഹത്വം കണ്ട്, അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ മഹത്വം കണ്ട്, അവൻ നമുക്ക് നൽകി തന്ന പ്രകാശത്തിലേക്ക് വന്ന് അവനെ ആരാധിക്കണം. അങ്ങനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളം, നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. അങ്ങനെ മേധസ്സുകൊണ്ട് സന്തോഷിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളം സന്തോഷിക്കുകയാണ്, ആനന്ദിക്കുകയാണ്, പ്രമോദിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളോട് വായിക്കുന്നത്, എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. നിങ്ങളും ഞാനും ദൈവസന്നിധിയിൽ നിന്നും ആരാധിക്കുവാൻ കഴിയാതെ ഏതെങ്കിലും കാരണത്താൽ അകന്നു നിൽക്കുന്ന ഒരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരണം. 6-ാം വാക്യത്തിൽ കാണുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവിനിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. ദൈവസന്നിധിയിൽ നിന്ന് എപ്പോഴൊക്കെ അകന്നു പോകുന്നുവോ അപ്പോഴൊക്കെ പണ്ടത്തെ സന്തോഷം ഓർക്കണം എന്നുള്ള ഒരു ആഹ്വാനം. ഉത്സവത്തിന്റെ സന്തോഷം അത് മറന്നു പോകരുത്. അത് ദൈവസന്നിധിയിൽ മാത്രമേ ഉള്ളൂ. യഹോവയെങ്കിലെ സന്തോഷമാണ് നമ്മുടെ ബലം. കർത്താവിലാണ് നമ്മുടെ സന്തോഷം. ദൈവത്തിന്റെ സന്നിധിയാണ് നമുക്ക് പ്രമോദം. ഇന്നും ദൈവത്തെ ആരാധിക്കുവാൻ അടുത്ത് വന്നിരിക്കുന്ന നമുക്ക് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം കൊണ്ട് ഹൃദയം നിറഞ്ഞ് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം, അവന് ആരാധന അർപ്പിക്കാം, സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കാം, ദൈവത്തോട് നന്ദി പറയാം. നമുക്ക് പറയാം, കർത്താവേ, നീ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. നിന്നെ പോലെ ആരാധനയ്ക്കായിട്ട് യോഗ്യതയുള്ളവരാരുമില്ല. ഞാൻ നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ സ്തോത്രയാഗം ഞാൻ തിരുസന്നിധിയിൽ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ അർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം, ദൈവത്തോട് നന്ദിയുള്ളവരായിട്ടിരിക്കാം, നമുക്കവനെ പിന്നെയും സ്തുതിക്കാം. ഈ സന്തോഷത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നതിന് പ്രമോദം ഉള്ള ഒരു കൂട്ടം ജനത്തോടൊപ്പം ഉത്സവം ആഘോഷിക്കുന്ന സന്തോഷത്തോടെ ആ ആഘോഷം നമുക്ക് നടത്തുവാൻ, ആരാധനയിലെ സന്തോഷം അനുഭവിപ്പാൻ ദൈവമിടയാക്കുന്നത് കൊണ്ട് നമ്മെ വീണ്ടെടുത്ത കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. അവന്റെ പരിശുദ്ധ നാമം ഇന്നുവന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധനായ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ കർത്താവും രക്ഷിതാവും ഞങ്ങളുടെ പ്രകാശവും സത്യത്തിലേക്ക് ഞങ്ങളെ നടത്തിയവനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ വലിയ വെളിച്ചത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുവാൻ അങ്ങയുടെ പുത്രനെ ദൈവത്തിന്റെ പ്രകാശമായിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചതിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഈ വലിയ സത്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുവാൻ അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് സത്യമായി അയച്ചു തന്നതിനായി, അങ്ങേക്ക് ഞങ്ങളെ നടത്തുന്ന വഴിയായി ആ പാതയാക്കി തീർത്തതിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ രക്ഷാനായകൻ ഞങ്ങളെ കർത്താവിലേക്ക് നടത്തുമ്പോൾ കഷ്ടങ്ങളാൽ തീരുവനായി തീരുന്ന രംഗം ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ പിടഞ്ഞു മരിച്ച് തന്റെ ജീവൻ നൽകി ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് മുഖാന്തരം പിതാവിന് സകല മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രിയ പിതാവേ, അടിയങ്ങൾ ഒരുക്കിക്കൊണ്ടുവന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും ആരാധനയും വീഴ്ചയും ഞങ്ങളുടെ കർത്താവും സർവ്വവല്ലഭനും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. കൃപയുണ്ടായി സ്വീകരിക്കുമാറാകണമേ. ആമേൻ.